ഹൈവേ വികസനത്തിന്റെ ഭാഗമായി രണ്ട് ഭാഗങ്ങളായിട്ട് പാലയാട്ട് നട മുറിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഇത് അനിവാര്യ ഘട്ടമാണ്. ഒരു കാരണവശാലും അപ്പുറം കിടക്കാൻ പറ്റില്ല, അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറം കിടക്കാൻ പറ്റും. ഈ അടുത്തായിട്ട് ഒരു 2 മാസം മുമ്പാണ് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. ദേശീയപാത മുറിച്ചുകടക്കാൻ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട പുതുപ്പണം പാലയാട്ട് നട നിവാസികൾ സമരത്തിൽ. സമരസമിതി രൂപവൽക്കരിച്ച ദേശീയപാതയോരത്ത് അനിശ്ചിതകാല സമരം തുടങ്ങി. പാലയാട്ട് നടയിൽ അടിപ്പാത അനുവദിക്കാതെയാണ് പാലോളിപ്പാലം മൂരാട് റീച്ചിലെ ദേശീയപാത നവീകരണം പൂർത്തിയാക്കിയത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ജനം അടിപ്പാതയ്ക്കായി ആവശ്യമുയർത്തിയെങ്കിലും അംഗീകരിച്ചില്ല. സമരം സിന്ദാബാദ്, അടിപ്പാത അനുവദിക്കുക, ഞങ്ങൾക്കും അനുവദിക്കുക, അന്നേ തീരൂ ഞങ്ങളുടെ സമരം, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, അടിപ്പാത സമരസമിതി സിന്ദാബാദ്. 6 വരി തുറന്നതോടെ ഇതിന്റെ പ്രയാസം പ്രദേശവാസികൾ നേരിടുകയാണ്. പുതുപ്പണത്തെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ ജനം സ്കൂളിലേക്ക് റോഡിന്റെ പടിഞ്ഞാറ് വശത്തുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ ചീറിപ്പായുന്ന പ്രധാന പാത മുറിച്ചു കടക്കണം. റോഡിന്റെ ഇരുവശത്തേക്കും പോവുകയെന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട്. വടകരയിലേക്ക് പോകാൻ ബസ് കയറണമെങ്കിൽ റോഡ് മുറിച്ചു കടക്കണം. മൂരാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പാലയാട് നട അങ്ങാടിയിലേക്ക് വരാൻ റോഡ് കടന്നേ മതിയാകൂ. ഇതിന് നിലവിൽ സംവിധാനമില്ല. 6 വരി പാതയുടെ ഇടയിലുള്ള ഡിവൈഡറിന്റെ വിടവിലൂടെ കടന്ന വാഹനങ്ങൾ കുതിക്കാത്ത സമയം നോക്കി വേണം റോഡ് ഓടിക്കടക്കാൻ. സമയമൊന്നു പിഴച്ചാൽ അപകടം ഉറപ്പാണ്. റോഡ് പൂർണ്ണമായും തുറന്നുകൊടുത്താൽ ഇത് സാധിക്കില്ല. ഇതോടെ പ്രദേശവാസികളുടെ ജീവിതം വഴിമുട്ടും. പാലയാട്ട് നട ഹൈവേ ക്രോസ് അണ്ടർപാസ് അനുവദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ 19-ാം തീയതി ബഹുജന കൺവെൻഷന് തുടക്കമിട്ടുകൊണ്ട് അന്നേ ദിവസം തന്നെ ഈ സമരപന്തൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാ പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാരും, സ്ത്രീകളും, പ്രായമുള്ളവരും എല്ലാവരും തന്നെ ഒന്നടങ്കം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സമരപന്തലിൽ അണിനിരന്നിരിക്കുകയാണ്. കാരണം പാലയാട്ട് നടയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് സ്കൂളുകൾ, JNM സ്കൂള്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ പരോത്ത് കളരി, അതുപോലെ ഒരുപാട് സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെയുള്ള ഒരു സെൻ്ററാണ് നമ്മുടെ പാലയാട്ട് നട. എന്നാൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി 2 ഭാഗങ്ങളായിട്ട് പാലയാട്ട് നട മുറിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. പല തവണ നമ്മുടെ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ അണ്ടർപാസിനൊക്കെ നമ്മൾ നിവേദനം കൊടുത്തെങ്കിലും ഒന്നും തന്നെ ഇതുവരെ സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ അണ്ടർപാസ് എന്തായാലും നിർബന്ധമായി ഇവിടെ അണ്ടർപാസ് അനുവദിച്ച തീരൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഇന്ന് സമരവുമായി മുന്നോട്ടിറങ്ങുന്നത്. ഈ അണ്ടർപാസ് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പാലയാട് നട വഴിയാണ് മണിയൂരിലേക്ക് കടക്കുക. മൂരാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നിലവിൽ മണിയൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്ററോളം മുന്നോട്ടോടി SP ഓഫീസ് പരിസരത്ത് നിന്ന് റോഡ് മുറിച്ചു കടന്ന മറുവശത്തെ സർവീസ് റോഡിലെത്തി വീണ്ടും പാലയാട് നടയിലേക്ക് വരണം. അടിപ്പാതയല്ലാതെ ഈ ദുരിതത്തിന് മറ്റു പരിഹാരമില്ല. ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങളിൽ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നിർമ്മാണം പൂർത്തിയായ ശേഷവും പുതിയ അടിപ്പാതകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതോടെയാണ് സമരസമിതി രൂപവൽക്കരിച്ച നാട്ടുകാർ സമരത്തിനിറങ്ങിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും ആശ്രയിക്കേണ്ടത് ഈ കിഴക്ക് ഭാഗത്തുള്ള കടകളും അതുമാണ്. ഒന്ന്. രണ്ടാമത് സിദ്ധാന്തപുരം അമ്പലം, JNM ഹൈസ്കൂള്, 4-5ഓളം പള്ളികൾ. ഈ പള്ളികളിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ ശവങ്ങളെല്ലാം കൊണ്ടുകൊണ്ട് റെയിലിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണുള്ള സാങ്കേതികപരമായ ഒരു ബുദ്ധിമുട്ട്. മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ പലയാതി വിഷമങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിപ്പാത അനുവദിച്ച് തരുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. പാലോളിപ്പാലത്തിനടുത്ത് ഈ അടുത്തായിട്ട് ഒരു 2 മാസം മുമ്പാണ് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. അപ്പോൾ JNM സ്കൂളിലെ കുട്ടികൾ നിങ്ങൾ നാളെ മറ്റന്നാളെ സ്കൂളിൽ വരുന്ന സമയത്ത് വന്നാലും അറിയാം, കുട്ടികൾക്ക് അങ്ങോട്ട് കിടക്കാൻ വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് സമരസമിതി ഈ അടിപ്പാത കിട്ടുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. എത്ര കാലം കാത്തിരുന്നാൽ. ഇവിടെ അനിവാര്യ ഘട്ടമാണ്. ഒരു കാരണവശാലും അപ്പുറം കിടക്കാൻ പറ്റില്ല, അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറം കിടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും കൂടി അധികൃതരെ ശ്രദ്ധയിലെത്തിക്കുക. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും.